വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഫിസിക്സിലെ ലെൻസസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്നത്തേത് രണ്ടാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെൻസുകൾ എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ലെൻസുകളാണ് ഉള്ളതെന്നും ഒരു ലെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ടേംസുകളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലാസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളതിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വരെ പറയുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്, അല്ലേ? ഈ ഒരു ഭാഗം വരെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇമേജ് ഫോർമേഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ലെൻസിനെ സംബന്ധിച്ച് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ് എന്ത്, ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ എളുപ്പമാണ്. അതായത് നമുക്ക് വളരെ കുറച്ച് പോയിന്റുകളേ ഉള്ളൂ, വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് കാണാതെ പഠിച്ചു വയ്ക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മാർക്കും കിട്ടും. പക്ഷേ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നതിനകത്ത് ഒരു കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഇമേജുകൾ എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഇമേജ് ഉണ്ടെന്നും ഉള്ളതിൻ്റെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതിലാണ് ബുദ്ധിമുട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ശ്രമിക്കാം. മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളത് പറയുക. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ ലെൻസസിലെ ഇമേജ് ഫോർമേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ബേസിക്കായിട്ട് 2 പോയിന്റ് മിനിമം അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് 2 തരം ലെൻസുകൾ ഉണ്ടെന്നുള്ള പോയിന്റ് അതറിയാമല്ലോ. 2 തരം ലെൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇതാ ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ലെൻസ്, അല്ലേ? ഇത് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? വെക്സ് ലെൻസ് എന്ന് വിളിക്കും, അല്ലേ? നമ്മൾ എന്ത് വിളിക്കും? കോൺവെക്സ് ലെൻസ് എന്ന് വിളിക്കും. ഇനി ഇതാ ഈ ഒരു ഷേപ്പിലിരിക്കുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിനെ നമ്മൾ കോൺകേവ് ലെൻസ് എന്ന് വിളിക്കും. ഈ 2 പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഈ വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഒരു കോൺവെക്സ് ലെൻസിലോട്ട് വരുന്ന റേ ഓഫ് ലൈറ്റ്, അല്ലേ? നമ്മൾ ലൈറ്റിനെ ഇങ്ങനെ ഒരു ആരോ മാർക്കറ്റാണ് കാണിക്കുന്നത്, അല്ലേ? ഈ ഒരു ലൈൻ റേ ഓഫ് ലൈറ്റുകൾ എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് വന്ന് കൂടിച്ചേരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺവെക്സ് ലെൻസുകൾ എന്തെന്ന് വിളിക്കും? കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും, അല്ലേ? എന്ത് വിളിക്കും? കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കും. നേരെ മറിച്ച് കോൺകേവ് ലെൻസിലാണെങ്കിൽ വരുന്ന റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? അടുത്തേക്കല്ല വരുന്നത്, അത് ദൂരേക്ക് പോകും, അല്ലേ? അങ്ങനെ ദൂരേക്ക് പോകുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞ് വിളിച്ചു. എന്തുവാണത്? നമ്മളതിന് ഡൈവേർജൻസ് എന്നാണ് വിളിച്ചത്, അല്ലേ? എന്താ വിളിച്ചത്? ഡൈവേർജിങ് ലെൻസ് എന്ന് വിളിച്ചു. ഈ 2 പോയിന്റും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതറിയാമെങ്കിൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്? ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഉദാഹരണം വെച്ച് തന്നെയാണ് പറയാനായിട്ട് പോകുന്നത്. ഇതാ ഇവിടെ ഈ ഒരു വിൻഡോയെ നമ്മൾ വിളിക്കുന്ന പേര്, ഇതൊരു യഥാർത്ഥ വിൻഡോയാണ്, വീട്ടിലെ ചുവരിലുള്ള വിൻഡോ. നമ്മൾ ഇതിനെവിടെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കാൻ പോവുകയാണ്. എന്തെന്ന് വിളിക്കാൻ പോവുകയാണ്? ഒബ്ജക്റ്റ്. ഓക്കെ. ഈ ഒബ്ജക്റ്റിന് മുമ്പിലായിട്ട് നമ്മളിവിടെ ഒരു ലെൻസിനെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു മാഗ്നിഫയിങ് ലെൻസാണ്. എന്ന് വെച്ചാൽ ചെറിയ അക്ഷരങ്ങൾ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ലെൻസാണിത്. അപ്പോൾ ആ ലെൻസ് എന്ന് പറയുന്നത് അതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതെന്ത് ലെൻസ് ആയിരിക്കും ഇവിടെ? അതൊരു കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഒരു കോൺവെക്സ് ലെൻസ് പിടിച്ചപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ പറയുന്ന വിൻഡോയിൽ നിന്ന് വരുന്ന പ്രകാശം, ഓക്കെ, അതായത് ഇവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്, അത് സൂര്യനാകാം, ബൾബാകാം, എന്തോ ആകാം, അതിൽ വന്ന് തട്ടിയിട്ട് ഈ വിൻഡോയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ്, ഈ വിൻഡോയിൽ നിന്ന് വരുന്ന പ്രകാശങ്ങൾ ഈ ലെൻസിലൂടെ തട്ടും. അപ്പോൾ നമുക്കറിയാം ഇത് എന്ത് ലെൻസാണ്? ഇതൊരു കോൺവെക്സ് ലെൻസാണ്, അല്ലേ? കോൺവെക്സ് ലെൻസ് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യൂടാ? അത് ഇടത്തുനിന്ന് വലത്തോട്ടായാലും വലത്തുനിന്ന് ഇടത്തോട്ടായാലും എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് വന്ന് കൂടിച്ചേരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ലൈറ്റ് റേസ് എല്ലാം വന്നൊരു പോയിന്റ് കൂടിച്ചേർന്നു. ആ പോയിന്റിൽ നമ്മൾ പേപ്പർ വെച്ചപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ ഇവിടെ കിട്ടി? ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ കിട്ടി. നമുക്കിവിടെ എന്ത് കിട്ടി? ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു പ്രതിബിംബം അല്ലെങ്കിൽ ഒരു ഇമേജ് നമുക്കിവിടെ കിട്ടി. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കണേ, ഞാൻ ഈ പറയുന്ന ലെൻസിന് പകരം, ഈ പറയുന്ന കോൺവെക്സ് ലെൻസിന് പകരം ഈ പെൺകുട്ടി ഇവിടെ ഒരു കോൺകേവ് ലെൻസാണ് വച്ചിരുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതാ വെച്ചിരുന്നത് ഒരു കോൺകേവ് ലെൻസാണ് വെച്ചിരുന്നതെങ്കിൽ എന്ത് പറ്റും? അവിടെയും ഈ പറയുന്ന ഏതോ പ്രകാശം, ബൾബോ സൂര്യനോ എന്തെന്നോ വന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യും? ഈ വിൻഡോയിൽ തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വരും, ഈ ലെൻസിലേക്ക് വരും. പക്ഷേ ഇത് എന്ത് ലെൻസാണ്? ഇതൊരു കോൺകേവ് ലെൻസാണ്, അല്ല? അപ്പോൾ എന്ത് പറ്റും? ഈ കോൺകേവ് ലെൻസ് വരുന്ന ലൈറ്റ് റേസിനെ എങ്ങോട്ട് വിടും? ദൂരേക്ക് ആണ് ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വിടും. അപ്പോൾ പ്രശ്നം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടി ഈ പറയുന്ന ഭാഗത്ത് എവിടെയെങ്കിലും, അല്ലെ, ഈ പറയുന്ന ലെൻസ് വിട്ട് ഇങ്ങോട്ടുള്ള എവിടെയെങ്കിലും ഒരു പേപ്പർ കൊണ്ട് വെച്ചാൽ അവിടെ ഒരിടത്തും എന്ത് കിട്ടത്തില്ല? ഈ താഴെ കിട്ടിയ പോലത്തെ ഈ പറയുന്ന വിൻഡോയുടെ ഒരു ഇമേജ് നമുക്കിവിടെ കിട്ടത്തില്ല. പിന്നെ എവിടെ ഇമേജ് കിട്ടുന്നേ? ആ കുട്ടി ഈ ലെൻസിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ, ഈ ലെൻസിലേക്ക് നോക്കുകയാണെങ്കിൽ, ലെൻസിൻ്റെ അകത്തായിട്ട് എവിടെയോ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ പറയുന്ന വിൻഡോയുടെ ഒരു ചെറിയ ഇമേജ് കാണാനായിട്ട് നമുക്ക് പറ്റും. പിടി കിട്ടുന്നുണ്ടോ? നമ്മൾ ഒരു
വിൻഡോയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലെൻസിലൂടെ നോക്കുകയാണ്. അപ്പോൾ ലെൻസിലൂടെ നോക്കുമ്പോൾ എന്താ പറ്റുന്നത്, വിൻഡോയിൽ നിന്ന് വരുന്ന പ്രകാശം ലെൻസിൽ തട്ടിയിട്ട് ആ ലെൻസ് എന്ത് ചെയ്യും, ആ പ്രകാശത്തേക്ക് ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരും. ആ പോയിന്റുകൾ കൂടിച്ചേരുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മൾ പേപ്പർ ഷീറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ഈ പറയുന്ന വിൻഡോ നമുക്കതിന് ഒബ്ജക്റ്റ് എന്ന് വിളിച്ചുകൂടെ, ആ ഒബ്ജക്റ്റിന് എന്ത് കിട്ടുവാടാ, ഇവിടെ ഒരു ഇമേജ് കിട്ടും. ഇനി ഇതേ ലെൻസ് റീപ്ലേസ് ചെയ്ത് ഞാനൊരു കോൺവെക്സ് ലെൻസാണ് വയ്ക്കുന്നതെങ്കിൽ അവിടെയും എനിക്ക് ഇമേജ് കിട്ടും. പക്ഷേ പ്രശ്നം, ആ ഇമേജ് എനിക്ക് ഒരിക്കലും ഇതുപോലൊരു പേപ്പറിൽ പതിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ആ ഇമേജ് എനിക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്, ആ ഇമേജ് എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ലെൻസിനകത്ത് എവിടെയോ രൂപപ്പെടുന്ന പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വന്ന് കാണാം. എന്താ ഇങ്ങോട്ട് നോക്കിയാൽ മതി, കണ്ടോ, എടാ അതാ ഇവിടെ ഈ പറയുന്ന മെഴുകുതിരി, ഈ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന പ്രകാശത്തെ എന്ത് ചെയ്യാണ്, ദാ ഈ പറയുന്ന നമ്മുടെ മാഗ്നിഫയിങ് ഗ്ലാസ്സിലോട്ട് വിട്ടപ്പോൾ എന്ത് പറ്റി, ആ മാഗ്നിഫയിങ് ഗ്ലാസ് ആ ലൈറ്റ് റേസിന് ഈ ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടി, ദാ ഈ പറയുന്ന മെഴുകുതിരി എന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ എനിക്ക് കിട്ടി. ഇത് റിയൽ ഇമേജ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരം ഇമേജുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റിയൽ ഇമേജ് എന്ന് വിളിക്കുന്നത്. അതായത് പ്രകാശം അങ്ങനെ ആക്ച്വലി വന്ന് തട്ടി ഒരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജിന് നമ്മൾ റിയൽ ഇമേജ് എന്നും. ഇവിടെ നോക്കടാ, ഞാൻ പറഞ്ഞു കണ്ണാടിക്ക് അകത്തൊരു ഇമേജ് കാണാം, ലെൻസിനകത്തൊരു ഇമേജ് കാണാം. എന്താ ഇവിടെ കണ്ടോ, ഇതാണ് ലെൻസ് അല്ലേ, ഇതൊരു കോൺകേവ് ലെൻസാണ്. അപ്പോൾ ഈ ലെൻസ് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺകേവ് ലെൻസിൽ ഈ പറയുന്ന മെഴുകുതിരിയാകുന്ന ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് റേസ് വന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്തു, തട്ടി ദൂരേക്ക് പോയി. അപ്പോൾ ഈ പറയുന്ന ലൈറ്റ് റേസ് ഒരു പോയിന്റിനകത്ത്, ഈ പറയുന്ന ലെൻസിനകത്തൊരു പോയിന്റിൽ ഇരിക്കുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യും, തോന്നും. അവിടെ നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുമോ, ഒരിക്കലും അല്ല. ഒരു കണ്ണാടിയുടെ അകത്ത് ഒരു ലെൻസിനകത്ത് സ്ക്രീനെ കുത്തി കയറ്റാൻ പറ്റുമോ, അല്ലെ കണ്ണാടി പൊട്ടി പോകത്തില്ലേ, അല്ലെ ലെൻസ് പൊട്ടി പോകത്തില്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനകത്ത് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഈ പറയുന്ന ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഞാൻ അത് വെച്ചുകൊണ്ട് ഈ ലൈറ്റ് നേരെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ലൈറ്റ് എൻ്റെ ലെൻസിൽ തട്ടി അത് വന്ന് കൺവേർട്ട് ചെയ്ത് എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റ് ഇമേജ് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ഞാനിവിടെ ഒരു കോൺകേവ് ലെൻസിനെയാണ് വയ്ക്കുന്നതെങ്കിൽ ആ ലൈറ്റ് റേസ് വരും, അതിൻ്റെ ഇമേജ് എവിടെ കാണും, എൻ്റെ കയ്യിലിരിക്കുന്ന ലെൻസിനകത്ത് എവിടെയോ ഒരു കുട്ടി ഇമേജ് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും, അല്ലെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് ഇമേജുകൾ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇമേജ് എന്താണെന്ന്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു വസ്തു, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നതാ, ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ലൈറ്ററെ ഒരു മിററിലോ ലെൻസിലോ ഒക്കെ തട്ടിയിട്ട് അത് റിഫ്രാക്റ്റ് ചെയ്തോ റിഫ്ലക്റ്റ് ചെയ്തോ മറ്റേതെങ്കിലും ഒരു പോയിന്റ് കൂടി ചേരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നതിന് ഇമേജ് എന്ന് വിളിക്കും. ഇമേജ് രണ്ട് തരത്തിലാണുള്ളത്, റിയൽ ഇമേജും വെർച്വൽ ഇമേജും. സ്ക്രീനിൽ ഇതുപോലെ പതിപ്പിക്കാൻ പറ്റുന്ന ഇമേജ് റിയൽ ഇമേജ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റത്തില്ല, പകരം കണ്ണാടിക്ക് അകത്ത് നമ്മൾ കാണുന്നതാണ് എന്ത്, വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. വെർച്വൽ ഇമേജ് എപ്പോഴും എവിടെയായിരിക്കും, കണ്ണാടിയുടെ പുറകിലായിരിക്കും. കണ്ണാടി എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന ലെൻസോ കണ്ണാടിയോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പുറകിലായിരിക്കും കാണുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ, ലെൻസിൻ്റെ അല്ല മിററിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ദിവസവും വീട്ടിൽ മുഖം നോക്കുന്ന കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ ആ കണ്ണാടിക്ക് അകത്ത് നിങ്ങളെപ്പോലെ ഒരാൾ നിൽക്കുന്ന പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്, അതാണ് എന്ത് ഇമേജ്, വെർച്വൽ ഇമേജ്. ഇവിടെയാണെങ്കിൽ ലെൻസിനകത്ത് അതിരിക്കുന്നതായിട്ട് തോന്നും, കണ്ണാടിയിലാണെങ്കിൽ കണ്ണാടിക്ക് അതിരിക്കുന്നതായിട്ട് തോന്നും. നേരെ മറിച്ച് നമുക്കൊരു സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നു, അതിലാണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാടാ, റിയൽ ഇമേജ് എന്ന് വിളിക്കാം. ഈ ഒരു പോയിന്റ് വ്യക്തമായി തലയിൽ കയറിയാൽ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈസിയാവും. ഇനി കയറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്, ഒരു ലെൻസ് ഉണ്ട്. ഞാൻ വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ വയ്ക്കുകയാണേ, ഇവിടെ ഒരു ഒബ്ജക്റ്റ് വയ്ക്കണം, മെഴുകുതിരിയോ എന്തോ വെച്ചു. അതിൽ നിന്ന് വരുന്ന പ്രകാശം തട്ടിയിട്ട് ഒരു പോയിന്റ് വന്ന് കൂടിച്ചേരുമ്പോൾ ആ പോയിന്റിൽ ഉണ്ടാകുന്നതാണ് ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ്. ഇനി ഈ പറയുന്ന ഒരു കോൺകേവ് ലെൻസ് ആണെങ്കിൽ എന്ത് പറ്റും, അവിടെയും നമ്മൾ ഇതുപോലെ ഒബ്ജക്റ്റ് വെച്ചാലും എന്ത് പറ്റും, ലൈറ്റ് റേസ് വരും, പക്ഷേ തട്ടി ദൂരെ പോവും. അപ്പോൾ ഇമേജ് എവിടെ ഉണ്ടാകും, ഈ കണ്ണാടിക്ക് അകത്ത് എവിടെയോ ഒരു സ്ഥലത്ത് ഇമേജ് ഇരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, തോന്നും. നമ്മളിവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കണ്ണാടിക്ക് അകത്തായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്, അല്ലെ, കണ്ണാടിയുടെ അകത്തിരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യും, തോന്നും. അതായത് നമ്മളിവിടെ ഒരു സ്ക്രീൻ എന്നല്ല, നമ്മൾ ഇനി എന്ത് കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റിനെ കാണാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്, വെർച്വൽ. അതായത് മലയാളത്തിൽ മിഥ്യ എന്നാണ് പറയുന്നത്. മിഥ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, മിഥ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, തോന്നലാണ്, നമുക്കിവിടെ ഇരിക്കുന്നതായിട്ട് തോന്നും. ഇതാണ് റിയൽ ഇമേജ് വെർച്വൽ ഇമേജ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ലെൻസിലെ ഇമേജ് എന്നാണ്. ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പ്രകാശം റിഫ്രാക്റ്റ് ചെയ്തോ റിഫ്ലക്റ്റ് ചെയ്തോ എന്ത് ചെയ്യുന്നു, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ടോ അപ്പിയേഴ്സ് ടു ബി മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് എന്തുണ്ടാവുന്നത്, ഒരു ഇമേജ് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ലൈറ്റ് റേസ് ഈ പറയുന്ന മിററോ ലെൻസിലോ ഒക്കെ തട്ടി പോകുമ്പോൾ ഇവിടെ എന്ത് ഒബേ ചെയ്യും, ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ ചെയ്യും. നമ്മൾ ലെൻസിനെ പറ്റി പഠിക്കുന്നതുകൊണ്ടാണ് റിഫ്ലക്ഷൻ പറയാത്തത്. എന്ത് ഒബേ ചെയ്യും, ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഒബേ
ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയത് ഇമേജ് ഓഫ് എനി ഒബ്ജക്റ്റ് എനി പോയിന്റ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് അറ്റ് ദ പോയിന്റ് ഓഫ് കൺവേർജൻസ് എന്ന് വെച്ചാൽ എവിടെയാണോ ഈ ലൈറ്റ് റേസ് വന്ന് ചേരുന്നത് അവിടെയായിരിക്കും എന്തുണ്ടാവുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത്. അവിടെയായിരിക്കും എന്ത് ഫോം ചെയ്യുന്നത് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ് അല്ലേ, അവിടെ സ്ക്രീൻ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഇമേജ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള പോയിന്റാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തുവാണ് ഇമേജ് ഫോർമേഷൻ. ഇതാ ഇവിടെ പറയുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണുള്ളത്. ഏതാണ് വെർച്വൽ ഇമേജും റിയൽ ഇമേജും. അപ്പോൾ എന്താണ് വെർച്വൽ ഇമേജും റിയൽ ഇമേജും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ രണ്ട് തരം ഇമേജുകളാണ് നമുക്ക് മൊത്തത്തിൽ ഉള്ളത്, റിയലായ ഇമേജും വെർച്വൽ ആയിട്ടുള്ള ഇമേജും. റിയൽ ഇമേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞല്ലേ, റിയൽ ഇമേജ് ആണെങ്കിൽ എന്ത് ചെയ്യും പ്രകാശരശ്മികൾ ആക്ച്വലി വന്ന് മീറ്റ് ചെയ്യും, അവിടെ നമ്മളൊരു സ്ക്രീൻ പതിപ്പിച്ചാൽ കാണാൻ പറ്റും. അത് തന്നെ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ. Image formed when light rays actually meet after reflection or refraction. റിഫ്ലക്ഷനോ റിഫ്രാക്ഷനോ ശേഷം ലൈറ്റ് റേസ് മീറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്നത് റിയൽ ഇമേജ്. അതിനെ നമുക്കൊരു സ്ക്രീനിൽ കാണിക്കാനായിട്ട് പറ്റും. അതെപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് വെച്ചാൽ അതെപ്പോഴും തലകുത്തനായിരിക്കും കാണുന്നത്. അതായത് എൻ്റെ ഒരു റിയൽ ഇമേജ് എന്ന് പറയുന്നത് ഞാൻ തലകുത്തനെ നിൽക്കുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്ടറിലൂടെ കാണുന്ന സിനിമകൾ. അപ്പോൾ പ്രൊജക്ടറിനകത്ത് നിങ്ങൾ പ്രൊജക്ടർ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, അകത്തൊരു പ്രകാശം ഉണ്ടാവും, അതിൻ്റെ മുമ്പിൽ ലെൻസ് ഉണ്ടാവും. ആ ലെൻസാണ് എന്ത് ചെയ്യുന്നത് ഒരു ഇമേജ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ തിയേറ്ററിലോ പ്രൊജക്ടറിലോ ആ കാണുന്ന സാധനം എന്താണ് അതൊരു റിയൽ ഇമേജാണ്. അതുപോലെ തന്നെ ക്യാമറ ക്യാപ്ചർ ചെയ്യുന്നത് ഒരു റിയൽ ഇമേജാണ്. സിനിമാ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഒരു റിയൽ ഇമേജാണ്. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു റിയൽ ഇമേജ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ കണ്ണിനകത്തും ഇതുപോലൊരു ലെൻസ് ഉണ്ട്. ആ കണ്ണിനകത്തുള്ള ലെൻസ് നമ്മൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പറയുന്ന മുഖം നിങ്ങളുടെ സ്ക്രീനിൽ, എൻ്റെ മുഖം നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റ് നിങ്ങളുടെ കണ്ണിൽ പോയി തട്ടും. കണ്ണിൽ പോയി തട്ടിയിട്ട് എന്ത് ചെയ്യും, കണ്ണിനകത്തും ഇതുപോലത്തെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. അത് നിങ്ങളുടെ റെറ്റിനയിലോട്ട് എന്ത് ചെയ്യും, ഇതിനെ ഫോക്കസ് ചെയ്യും. ഈ റെറ്റിനയിൽ ഉണ്ടാകുന്ന എൻ്റെ തലകുത്തനെയുള്ളൊരു ഇമേജ് നമ്മൾ ഒപ്റ്റിക് നെർവ് എടുത്ത് നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുപോയി നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കാണുന്നത്. അപ്പോൾ അതെല്ലാം എന്തെങ്കിലും എക്സാമ്പിൾ റിയൽ ഇമേജിന് എക്സാമ്പിൾ. ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ട് കാണുമല്ലോ, ഒരു പ്രൊജക്ടറിൽ നമ്മൾ കാണുന്നത്, ഒരു തിയേറ്റർ സ്ക്രീനിൽ നമ്മൾ കാണുന്നതൊക്കെ ഒരു ലെൻസ് തട്ടി വരുന്ന ലൈറ്റാണ്. അതായത് അവിടെ ഇരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഇമേജ്, അതൊക്കെ റിയൽ ഇമേജ്. പക്ഷേ നമ്മൾ കണ്ണാടി കാണുന്നത്, നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി കാണുന്നത്, കോൺകേവ് ലെൻസ് വെച്ച് നമ്മൾ കാണുന്നതൊക്കെയാണ് എന്ത് വെർച്വൽ ഇമേജ്. അതായത് ഇപ്പോൾ എന്താ വെർച്വൽ ഇമേജ് ഫോംഡ് വെൻ ലൈറ്റ് റേസ് അപ്പിയർ ടു മീറ്റ് ബട്ട് ഡു നോട്ട് ആക്ച്വലി മീറ്റ് അല്ലേ. കണ്ണാടിക്കകത്ത് ലെൻസിനകത്താണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് അകത്ത് നടക്കുന്ന പോലെ നമുക്ക് അതിനകത്തേ അതിനെ കാണാൻ പറ്റുള്ളൂ, പുറത്ത് കാണാൻ പറ്റില്ല അല്ലേ. കണ്ണാടി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഒരാളെ കണ്ണാടിക്കകത്തേ കാണുള്ളൂ, അല്ലാതെ ഒരാളെ പുറത്ത് കാണുകയാണെങ്കിൽ സൂക്ഷിച്ചോളാം, അത് നിങ്ങൾ വല്ല പ്രേതത്തിനെയും കണ്ടതായിരിക്കും അല്ലേ. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ അതേപോലെ രൂപത്തിൽ സൈഡിൽ പ്രേതം വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്ത് കണ്ടാൽ സൂക്ഷിച്ചോ, പുറത്തില്ല, അതൊരിക്കലും പുറത്ത് വരത്തില്ല. കണ്ണാടിയുടെ ലെൻസിൻ്റെയും അകത്ത് മാത്രം കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അതെപ്പോഴും നേരെ തന്നെ ആയിരിക്കും അല്ലേ. കണ്ണാടി, ഞാൻ ഈ ലെൻസിനേക്കാൾ ഇവിടെ കണ്ണാടി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കണ്ണാടി ഡെയിലി കാണുന്ന സാധനം ആയതുകൊണ്ടാണ് അല്ല. ഇമേജ് സീൻ ഓൺ എ പ്ലെയിൻ മിറർ അല്ലെങ്കിൽ ഇമേജ് സീൻ ഓൺ എ എന്താണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. സെറ്റല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഇമേജ്. ഇതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ളതൊക്കെ എളുപ്പമാണ്. അപ്പോൾ സംഭവം ഇമേജ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വരയ്ക്കാൻ പഠിക്കണം. ഇനിയാണ് ടാസ്ക് ഇരിക്കുന്നത്. നമുക്കിത് എന്ത് ചെയ്യണം, നമുക്കിത് വരച്ച് പഠിക്കണം. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ ഇമേജൊക്കെ ഉണ്ടാവുമെന്ന്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ലെൻസ് അറിയാം. ഇത് നമുക്ക് കോൺകേവ് വെച്ച് പറയുന്ന, കോൺവെക്സ് വെച്ച് പറയുന്നതാണ് എളുപ്പം. ഈ കോൺവെക്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. കോൺവെക്സിൽ നടുക്കൊരു ഒപ്റ്റിക് സെൻറ്റർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഈ പോയിന്റിലായിട്ടൊരു ഫോക്കസ് ഉണ്ടെന്ന് പഠിച്ചു. ഇപ്പുറത്തും ഒരു ഫോക്കസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ. രണ്ട് ഫോക്കസ് ഉണ്ടാവും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ലൈറ്റ് വന്നാലും ഇപ്പുറത്തുനിന്ന് അപ്പുറത്തോട്ട് ലൈറ്റ് വന്നാലും ലൈറ്റ് ഉണ്ടാവും. ഇനി ഇതേ ദൂരത്തിൻ്റെ ഇരട്ടിയായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നല്ലെങ്കിൽ 2F എന്ന് വിളിക്കും. അതുപോലെ ഈ ദൂരത്തിൻ്റെ ഇരട്ടി ദൂരം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുന്നതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ 2F. ഇത്രയും പോയിന്റ് നമുക്കറിയാം. ഇത്രയും പോയിന്റ് നമുക്ക് ഒരു ലെൻസിനുണ്ടെന്ന് അറിയാം. അപ്പം നമുക്ക് നോക്കിയിട്ട് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്തെ എക്സാമ്പിൾ കണ്ടോ. അതായത് നമ്മുടെ ഈ പറയുന്ന കുട്ടി എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുകയെന്ന് വിചാരിക്കുക. എക്സ്പെരിമെൻറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യം ഈ കുട്ടി എന്ത് ചെയ്യും, ഈ പറയുന്ന പേപ്പറിനെ എവിടെ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. ഈ മിറർ ഈ ലെൻസിനോട് ചേർത്ത് ഇവിടെ ആയിട്ട് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് കൊച്ചു നോക്കുമ്പോൾ ഈ വിൻഡോയുടെ ഇമേജ് ഇതിനകത്ത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. കുറച്ചുകൂടി പുറകിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ഇമേജ്, ഈ ഒരു കണ്ണാടി, ഈ ഒരു വിൻഡോയുടെ ഒരു ചെറിയ ഇമേജ് കാണാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു ഇമേജ് കാണാൻ പറ്റും. കുറച്ചുകൂടി പുറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടി വലിയ ഇമേജ് കാണാൻ പറ്റും. കുറച്ചുകൂടി പുറകിലോട്ട് കൊണ്ടുപോകുമ്പോൾ കുറച്ചുകൂടി വലിയ ഇമേജ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇമേജിൻ്റെ വലിപ്പം എന്ത് ചെയ്യാണ്? ഈ ദൂരം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ദൂരത്തിനനുസരിച്ച് എന്ത് മാറ്റമാണ് വരുന്നതെന്ന് അറിയാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായി നോക്കിയോ, ഇതാ കണ്ടോ, നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യും? ഒരു മെഴുകുതിരിയെ വയ്ക്കും. ഇതിൻ്റെ പേരാണ് ഒബ്ജക്റ്റ്. നടുക്കായിട്ട് ഒരു ലെൻസിനെ നമ്മൾ വയ്ക്കും. ഇത് ഇവിടെയായിട്ട് നമ്മൾ എന്തിനു വയ്ക്കും? ഒരു സ്ക്രീനിനെ നമ്മൾ വയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ മെഴുകുതിരിയുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇമേജിൻ്റെ രൂപം എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. നമുക്ക് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ +2 പോകുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ചെയ്യാനുണ്ട്. സയൻസ് എടുത്ത് പോകുന്നവരാണെങ്കിൽ ഓക്കെ, നമ്മളത് ചെയ്യും. നമ്മൾ ഈ പറയുന്ന മെഴുകുതിരി മാറ്റുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും? തലകുത്തനെയുള്ള ഇമേജ്, അതിൻ്റെ വലിപ്പമൊക്കെ എന്ത് ചെയ്യും? മാറുന്നതായിട്ട് കാണും. അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വ്യത്യാസം നമുക്ക് എക്സ്പെരിമെൻ്റ് വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണ്ടേ, കാണിക്കണ്ടേ? അതിന് വേണ്ടിയാണ് നമ്മൾ റേ ഡയഗ്രം ഉപയോഗിക്കുന്നത്. എന്തുപയോഗിക്കുന്നത്? റേ ഡയഗ്രം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എന്ത് പറയാൻ പോവുകയാണ്? നമ്മൾ പറയുകയാണ്, ഒരു മിറർ ഇവിടെ വെച്ചിരുന്നു. ആ മിററിൽ നിന്ന് ഞാൻ 5 സെൻറ്റിമീറ്റർ മാറിയപ്പോഴാണ് അവിടെ ഫോക്കസ് ഉണ്ടായിരുന്നത്. 10 സെൻറ്റിമീറ്റർ മാറിയപ്പോഴാണ് ഇതിൻ്റെ 2f ഉണ്ടായിരുന്നത്. ഞാൻ ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചു. ഒബ്ജക്റ്റിനെ ഇവിടെ വെച്ചപ്പോൾ എനിക്ക് ഇമേജ് എവിടെ കിട്ടി എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് ഞാൻ പറയും ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടാവും, ഇവിടെ ഒരു 2f ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണ്, എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്താ മനസ്സിലായത്? ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എനിക്കിതാ ഈ പോയിന്റിൻ്റെ ഇവിടെ ആയിട്ട് എന്ത് കിട്ടി? തലകുത്തനുള്ളൊരു ഇമേജ് കിട്ടി. അടുത്ത് ഞാൻ 2f വെച്ചപ്പോൾ എന്ത് പറ്റി? എൻ്റെ ഇമേജ് വേറെ എവിടെയോ കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ വരച്ച് കാണിച്ചാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ചുമ്മാ എഴുതി വെച്ച് കഴിഞ്ഞാൽ തലയിൽ കയറോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വരച്ച് കാണിക്കണം. അപ്പോൾ വരച്ച് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റേ ഡയഗ്രം ഉപയോഗിക്കുന്നത്. എന്തുപയോഗിക്കുന്നത്? റേ ഡയഗ്രം. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷനാണ്. ഇമേജ് ഫോർമേഷനാണ് കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷനാണ്. ശ്രദ്ധിച്ച് കേട്ടോളേ. ഇവിടെ നോക്കിക്കോ, നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഒരു മെഴുകുതിരി ഞാനിവിടെ കത്തിച്ച് വെച്ചു. ഓക്കെ, എന്ത് കത്തിച്ച് വെച്ചു? ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചു. ഈ മെഴുകുതിരിയിൽ നിന്ന് ഒരു ലൈറ്റാണോ വരുന്നത്? 2 ലൈറ്റാണോ വരുന്നത്? 3 ലൈറ്റാണോ വരുന്നത്? എണ്ണാൻ പറ്റുന്ന അത്രയും ലൈറ്റാണോ വരുന്നത്? അല്ല അല്ലേ, ഇതിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അല്ലേ നമുക്കിങ്ങനെ തെറിച്ചു പോവുകയാണ്. 4 ഡയറക്ഷനിലും മില്യൺസ് ഓഫ് ലൈറ്റ് റേസ് എന്ത് ചെയ്യാണ്? പോവുകയാണ്. അപ്പോൾ നമ്മളിതിൽ ഏത് ലൈറ്റർ എടുക്കും? അല്ലേ, നമുക്ക് വരച്ച് കാണിക്കണ്ടേ? അപ്പോൾ നമുക്കിവിടെ ഏതെങ്കിലും ലൈറ്റർ എടുത്താൽ മതിയോ? നമുക്കത് കാണിക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ലൈറ്റ് റേസിന് എടുക്കാൻ പോവുകയാണ്. എത്ര എണ്ണത്തിന് എടുക്കാൻ പോവുകയാണ്? 3 ലൈറ്റ് റേസ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ പറയുകയാണ്, ലെൻസ് എടുത്തു, ഒബ്ജക്റ്റ് എടുത്തു. ലെൻസ് എടുത്തു, ഒബ്ജക്റ്റ് എടുത്തു. നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ പോകുന്ന ലൈറ്റ് റേസ് എപ്പോഴും റിഫ്ലക്ഷൻ ശേഷം ഇതുവഴി കടന്നു പോകും, ഫോക്കസിൽ കൂടെ കടന്നു പോകും. നമുക്കറിയാമല്ലോ, അങ്ങനെയാണ് നമുക്ക് ഫോക്കസ് കിട്ടിയത്. ഇനി നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ഇവിടെ ഒരു ഫോക്കസ് ഉണ്ടല്ലോ, ഈ ഫോക്കസിന് നേരെ ഒരു ലൈറ്റ് റേ വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് ആഫ്റ്റർ റിഫ്ലക്ഷൻ എങ്ങോട്ട് പോകും? ഒപ്റ്റിക്കൽ ആക്സിസിന് നേരെ പോകും. അതൊന്നും നമുക്കറിയാം. ഇനി ഒരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിന് നേരെയാണ് പോകുന്നതെങ്കിൽ അതൊരു ഡീവിയേഷനും ഇല്ലാതെ നേരെ തന്നെ എന്ത് ചെയ്യും? പോകും. ഈ 3 റേസും നമുക്കറിയാമെന്നുള്ള റേസാണ്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആരെ ചൂസ് ചെയ്യും? ഈ 3 പേരെയാണ് ചൂസ് ചെയ്യുന്നത്. ആരെ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഈ 3 പേരെയാണ്. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിന് നേരെ പോകുന്ന റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസിൽ കൂടെ പോകും. എ റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഇസ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് എന്ത് പറ്റും? പാസസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് ദ അതർ സൈഡ്. അല്ലേ, ഇപ്പുറത്തെ വശത്തെ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകും. നമുക്കതറിയാമല്ലോ, അറിയാം. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പറ്റും. അടുത്ത് ഒരു സെക്കൻഡേ, അടുത്ത് നോക്കിക്കോ. രണ്ടാമത്തെ കേസ്, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെൻറ്റർ. എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ നേരെ വരുന്ന ലൈറ്റ്സ് എന്ത് പോകും? ഇറ്റ് വിൽ പാസസ് ത്രൂ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഇതെന്ത് ചെയ്യും? ഒരു ഡീവിയേഷനും ഇല്ലാതെ, വിത്തൗട്ട് എനി ഡീവിയേഷൻ ഇതെന്ത് ചെയ്യും? കടന്നു പോകും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് എ കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റ് റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെയാണ് വീഴുന്നതെങ്കിൽ ലെൻസിനെ സംബന്ധിച്ച് അത് നോർമലിന് നേരെ വീഴുന്ന ലൈറ്റ് റേക്ക് തുല്യമാണ്. ആർക്ക് നേരെ വീഴുന്ന ലൈറ്റ് റേക്ക് തുല്യമാണ്? നോർമലിന് നേരെ. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചു,
കഴിഞ്ഞ വർഷം നമ്മൾ ഗ്ലാസ് സ്ലാബൊക്കെ എടുത്തപ്പം പഠിച്ചു അല്ലേ? ലൈറ്റ് റേ ഒബ്ലിക്കലി വന്ന് വീണാലേ റിഫ്രാക്ഷൻ ഉണ്ടാവുള്ളൂ, നേരെ കുത്തനെ വന്ന് വീണാൽ റിഫ്രാക്ഷൻ ഉണ്ടാവൂല. പഠിച്ചില്ലേ അല്ലേ? ഫ്രം ഡെൻസർ ടു റെയർ, റെയർ ടു ഡെൻസ്, നമ്മളത് പഠിച്ചപ്പോൾ അവിടെ പഠിച്ചൊരു കാര്യമാണ് അല്ലേ നേരെ വീഴുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒപ്റ്റിക് സെൻറ്ററിന് നേരെ വീഴുന്ന ലൈറ്റ് റേ എന്ന് പറയുന്നത് സത്യത്തിൽ എന്തിനാണ് ഈക്വലാണ്? 90 ഡിഗ്രിക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 0 ഡിഗ്രി ആയിരിക്കും. സർഫസിന് 90 ഡിഗ്രി അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് വിത്തൗട്ട് എനി ഡീവിയേഷൻ അത് പാസ് ചെയ്ത് പോകുന്നത്. ഇനി ഫോക്കസിൽ കൂടെ വരുന്ന റേ ഓഫ് ലൈറ്റ്. എ റേ ഓഫ് ലൈറ്റ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ദ ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ഇൻസിഡൻറ്റ് റേ എന്ത് ചെയ്യും? പാസസ് പാരലൽ ടു ദ ഒപ്റ്റിക്കൽ ആക്സിസ്. ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട് നോട്ടിനകത്ത്, അതുകൊണ്ടാണ് ഞങ്ങൾ റഫായിട്ട് എഴുതുന്നത്. നേരെ വരുന്നത് എന്ത് ചെയ്യും? പോവും. ഈ 3 റേസിനെയും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോവുകയാണ്? ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനടുത്ത് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കും? 2Fൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വയ്ക്കും. കണ്ടോ? 2Fൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ എവിടെ ഇമേജ് കിട്ടും? നമ്മുടെ പൊസിഷൻ എടുത്ത് എങ്ങനത്തെ ഇമേജ്? തലകുത്തനെയാണോ, നേരെയാണോ, റിയലാണോ, വെർച്വലാണോ എന്നൊക്കെ നമ്മൾ ഓരോന്നായിട്ട് വരച്ച് പഠിക്കാൻ പോവുകയാണ്. ഇത്രയും സെറ്റാണല്ലോ, ഓക്കെ ആണല്ലോ. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ അതുകൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്? കവർ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കോൺവെക്സിൻ്റെ ഇമേജ് ഫോർമേഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്ന് തന്നെ അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാമല്ലോ, ഓക്കെ ആണല്ലോ. ഞാൻ വരച്ച് തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ സ്കെയിലും പെൻസിലും ഒന്നും ഇല്ലാതെയാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വരയ്ക്കും. നിങ്ങൾ നോട്ട്ബുക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും സ്കെയിലും പെൻസിലും ഇട്ട് വരയ്ക്കണം. അതായത് ആദ്യം നമ്മൾ പഠിക്കാൻ പോവുകയാണ് വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് 2F. ഒരു കോൺവെക്സ് ലെൻസിൽ 2Fന് ബിയോണ്ടായിട്ട് 2F കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ എവിടെ ഇമേജ് ഉണ്ടാവുമെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്ത് വരയ്ക്കണം? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് ആ ലൈനിൽ നടുക്കായിട്ടൊരു പോയിന്റ് ഇടണം. എന്നിട്ട് അതിൽ ഒപ്റ്റിക് സെൻറ്റർ എന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ നിങ്ങൾ ലെൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ലെൻസിനെ എന്ത് ചെയ്യരുത്? നമ്മളത് ഇങ്ങനെ ഒന്നും വരച്ച് വെച്ച് കളയില്ല. ഓക്കെ, ഇതിന് ചുറ്റും ഇങ്ങനെ ഇത്രയും വലിയ ലെൻസ് ഒന്നും നിങ്ങൾ വരയ്ക്കരുത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ വളരെ തിന്നായിട്ടുള്ള ലെൻസേ വരയ്ക്കാവൂ. എങ്ങനെ വരയ്ക്കാവുള്ളൂ? വളരെ തിന്നായിട്ടുള്ള ലെൻസ്. ഓക്കെ, അതായത് ഏതാണ്ട് നോക്കുമ്പോൾ അതെങ്ങനെ തന്നെ ഇരിക്കും. ഞാൻ എനിക്ക് ഇത് മാർക്കറിട്ട് വരയ്ക്കാൻ പറ്റാത്തതാണ്. ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ തന്നെ ഇരിക്കണം. ചെറിയ ഒരു ബെൻഡിങ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ഒരു ചെറിയ ബെൻഡിങ് മാത്രം കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ മത്തങ്ങ പോലെ വരച്ച് വയ്ക്കരുത്. ഓക്കെ, കാരണം നിങ്ങൾ യഥാർത്ഥ ലെൻസ് കൈ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും കണ്ട പാടെ ഇത് നേരെയുള്ള ലെൻസാണോ, അതിന് കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊന്നും പെട്ടെന്ന് പിടികിട്ടത്തില്ല. അത്രയ്ക്ക് ചെറിയൊരു കർവേച്ചറേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ട് ഓഫ് എ സ്പിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് ഇങ്ങനെയൊക്കെ അല്ല, ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ട്, രണ്ടും കൂടെ കൂടി ചേരുമ്പോൾ ഇതാണ് ലെൻസ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത്. സത്യത്തിൽ ഈ ലെൻസ് എന്ന് പറയുന്നത് എന്തുവാണ്? വളരെ എന്താണ്, ചെറിയ ഒരു ഇതേ കാണത്തുള്ളൂ. അപ്പോഴേ നമുക്ക് എക്സ്പെരിമെൻ്റ് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ നടുക്കത്ത് ഒപ്റ്റിക് സെൻറ്റർ പോയിന്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് കറക്റ്റ് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് F മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2F മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് F മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഒരു 2 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 2F മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ബിയോണ്ട് 2F ആണ് ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ലെൻസിൻ്റെ നിയമം അനുസരിച്ച് ഒപ്റ്റിക് സെൻറ്റർ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റുകൾ എടുക്കുന്നത്. ബിയോണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 2F കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ വെച്ചാൽ 2F കഴിഞ്ഞിട്ടല്ലേ? അല്ല, ലെൻസിനെ സംബന്ധിച്ച് നമ്മൾ ദൂരങ്ങളെല്ലാം എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ ബിയോണ്ട് 2F എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. 2F കഴിഞ്ഞിട്ടായിരിക്കും എപ്പോഴും ഇടതുവശത്തെ ഒബ്ജക്റ്റിനെ വയ്ക്കുകയുള്ളൂ. എക്സ്പെരിമെൻ്റ് ആണ് ഇത്, കൺവെൻഷൻസ് ആണ്, ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് ഇവിടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ യൂണിവേഴ്സിൽ ഇപ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് അമേരിക്കക്കാരന് മനസ്സിലാവണം, അമേരിക്കയിൽ ചെയ്യുന്നത് ഇംഗ്ലണ്ടുകാരന് മനസ്സിലാവണം. അപ്പോൾ എല്ലാവരും യൂണിവേഴ്സലി ലെൻസ് വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ നിയമങ്ങൾ ഫോളോ ചെയ്യണം എന്നാണ് അർത്ഥം. റോഡിൽ വണ്ടി ഓടിക്കുക നമ്മൾ ഇടത്തൂടെ ഓടിക്കണമെന്ന് പറയുന്നത് പോലെ, അമേരിക്ക വലത്തൂടെയാണ് എന്നാലും ഇടത്തൂടെ ഓടിക്കണം നമ്മൾ ഈ നാട്ടിൽ പറയുന്ന പോലെ വണ്ടി എടുക്കുന്ന എല്ലാവരും അത് തന്നെ ഫോളോ ചെയ്യണം കൺവീനിയൻസിന് വേണ്ടി. ഇവിടെ അതുപോലെ നമ്മൾ ബിയോണ്ട് 2F എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് എടുക്കേണ്ട എപ്പോഴും ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നായിരിക്കണം. അതാണ് ബിയോണ്ട് 2F എവിടെ പോയത്? 2Fൻ്റെ ഇപ്പുറത്തോട്ട് വന്നത്. അതായത് ഇങ്ങോട്ട് വരയ്ക്കാൻ തോന്നരുത്. ഇനി നമ്മളെ ജോലി എന്താ? നമുക്ക് 3 റേസ് അറിയാം. ഒന്നാമത്തെ റേ ഒപ്റ്റിക് ആക്സിസിന് നേരെ പോകുന്ന റേ. അത് സ്കെയിൽ വെച്ച് നിങ്ങൾ വരയ്ക്കുമ്പോൾ അത് ഇതുവഴി പോകും, അത് F കൂടെ പോകും. അടുത്ത് ഞാൻ വരയ്ക്കുന്നത്
ഈ പറയുന്ന ഒപ്റ്റിക് സെൻറ്ററിന് നേരെ പോകുന്ന റേ ആഫ്റ്റർ റിഫ്രാക്ഷൻ അതിനകത്ത് മാറ്റമൊന്നും വരത്തില്ല, അത് എന്ത് ചെയ്യും, ഇങ്ങനെ കടന്നു പോകും. അങ്ങനെ കടന്നു പോകുന്ന റേസ് ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും, ഒരു പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യും. ഈ പോയിന്റിലാണ് എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. ഈ പോയിന്റിലാണ് എന്തുണ്ടാവുന്നത്, ഇമേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇമേജ് നിങ്ങൾ എങ്ങനെ വരയ്ക്കും? ഈ പോയിന്റ്, ഈ കുന്തം പോലെ ഇരിക്കുന്ന സാധനമാണ് ഇവിടെ തലകുത്തനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ബേസ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ തലകുത്തനെ ആയിരിക്കും. അപ്പോൾ അവിടെ കിട്ടിയ ഒബ്ജക്റ്റിൻ്റെ തലകുത്തനെ ഉള്ള ഒരു ഇമേജ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യും, കിട്ടും. എന്ത് കിട്ടും? തലകുത്തനുള്ള ഒരു ഇമേജ് എനിക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ പറയുകയാണ്, ഒബ്ജക്റ്റിനെ ഞാൻ എവിടെ വെച്ചു? ബിയോണ്ട് 2f വെച്ചു. ഇമേജ് എനിക്ക് എവിടെ കിട്ടി? ഇമേജിൻ്റെ പൊസിഷൻ എന്താണ്? എഫിനും 2fനും ഇടയ്ക്ക്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എഫിനും 2fനും ഇടയിൽ ഇമേജ് കിട്ടി. എന്ത് ഇമേജാണ് ഈ കിട്ടിയത്? റേസ് ആക്ച്വലി വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് വിളിക്കാം? റിയൽ ഇമേജ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റിയൽ ഇമേജ് എന്ന് വിളിക്കാം. നേരെയാണോ തലകുത്തനെയാണോ ഇരിക്കുന്നത്? തലകുത്തന്. തലകുത്തനായ ഇമേജുകൾ നമ്മൾ എന്ത് വിളിക്കും? ഇൻവേർട്ടഡ് ഇമേജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഇൻവേർട്ടഡ് ഇമേജ് എന്ന് വിളിക്കും. നോക്ക്, വലിപ്പം നോക്കടാ. ഒബ്ജക്റ്റിന് ഇത്രയും നീളം ഉണ്ടെങ്കിൽ ഇമേജിന് അതിനേക്കാളും കുറച്ച് നീളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒബ്ജക്റ്റിനേക്കാളും ചെറുതാണ്. അപ്പോൾ സ്മോൾ എന്ന് എഴുതരുത്, നമ്മൾ അതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഡിമിനിഷ്ഡ്. എന്തെന്ന് വിളിക്കും? നമ്മൾ ഡിമിനിഷ്ഡ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഡിമിനിഷ്ഡ്. അപ്പോൾ 2fന് ബിയോണ്ടായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ, 2fന് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എഫിനും 2fനും ഇടയിലായിട്ട് എനിക്ക് ഇമേജിനെ കിട്ടി. എഫിനും 2fനും ഇടയിലായിട്ട് എനിക്ക് എന്തിനെ കിട്ടി? ഇമേജിനെ കിട്ടി. ലൈറ്റ് റേസ് ആക്ച്വലി വന്ന് മീറ്റ് ചെയ്തുകൊണ്ട് അതിന് ഞാൻ റിയൽ ഇമേജ് എന്നും, അത് തലകുത്തനെ ഇരുന്നതുകൊണ്ട് ഇൻവേർട്ടഡ് ഇമേജ് എന്നും, ഒബ്ജക്റ്റിനേക്കാളും ചെറുതായതുകൊണ്ട് ഡിമിനിഷ്ഡ് ഇമേജ് എന്നും ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി ബിയോണ്ട് 2f എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലേ. ഇനി നമുക്ക് എവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും? ഇനി വലത്തോട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇവിടെ 2f കൊണ്ടുവന്ന് വയ്ക്കാമല്ലോ. അപ്പോൾ 2f വയ്ക്കുമ്പോൾ ഇമേജ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറയാൻ പോവുകയാണ്, ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? അറ്റ് 2f. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുകയാണ് മക്കളെ? 2fൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? പോലെ ഇത് ഞാൻ പറയുന്ന പോലെ വരച്ചില്ലെങ്കിൽ അവസാനം കിട്ടൂല. ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കണം, അത് സ്ട്രൈറ്റ് തന്നെ ആയിരിക്കണം. അതിലാദ്യം നിങ്ങൾ ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്യണം. ചെയ്തിട്ട് സൈഡിൽ നമ്മളെ ഇതുണ്ടല്ലോ, കറക്റ്റ് ഇത് വരയ്ക്കാൻ നല്ല ഏതെന്നറിയാവോ? കോമ്പസ് ഇട്ട് വരയ്ക്കരുത്. നമ്മുടെ പൊട്രാക്ടർ ഉണ്ടല്ലോ, ആ പൊട്രാക്ടറിൻ്റെ ഇങ്ങനെയല്ലേ പൊട്രാക്ടർ ഇരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഈ ഒരു വശം ഉണ്ടല്ലോ, ഈ ഒരു വശം അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ലെൻസ് വരയ്ക്കുന്നതായിരിക്കും കാണാൻ ഒരു ഭംഗി. എന്നിട്ട് കറക്റ്റ് 2 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് എഫ് മാർക്ക് ചെയ്യുക. കറക്റ്റ് ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നാണെങ്കിൽ ഒരു 4 എടുത്തിട്ട് ഒരു 2f മാർക്ക് ചെയ്യുക. അതുപോലെ തുല്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, വരയ്ക്കാൻ. അല്ലെങ്കിൽ കറക്റ്റ് കിട്ടത്തില്ല. ഞാനിവിടെ ഊഹം വെച്ച് കൈ കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. ഒബ്ജക്റ്റ് ഇരിക്കുന്ന 2fലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റ് ഇങ്ങനെ 2fൽ നിങ്ങൾ വരയ്ക്കണം. എന്നിട്ട് ഒരു റേ ഓഫ് ലൈറ്റ് പ്രിൻസിപ്പൽ ആക്സിന് നേരെ പോകും. അതെന്ത് ചെയ്യും? അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. അടുത്ത് മറ്റൊരു റേ ഓഫ് ലൈറ്റ് ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകും. അത് എവിടെ വന്ന് മീറ്റ് ചെയ്യും? അത് കറക്റ്റ് ഇവിടെ വന്ന് മീറ്റ് ചെയ്യും. എവിടെ വന്ന് മീറ്റ് ചെയ്യും? ഈ പോയിന്റിൽ വന്ന് മീറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ എൻ്റെ അത് ചെയ്യുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ഞാൻ കറക്റ്റ് സ്കെയിലല്ല വരച്ചതുകൊണ്ട്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഈ കുന്തം പോലെ നിൽക്കുന്ന തല ഇവിടെ തലകുത്തനായിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഭാഗം ഞാൻ എങ്ങനെ മാർക്ക് ചെയ്യും? തലകുത്തനെ മാർക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ഇമേജ് എവിടെ കിട്ടി? 2fൽ കിട്ടി. അപ്പോൾ നമ്മൾ എഴുതണം ഇമേജിൻ്റെ പൊസിഷൻ എവിടെ? 2f. അപ്പോൾ 2fൽ ഒബ്ജക്റ്റിനെ ഞാൻ വെച്ചപ്പോൾ, 2fൽ ഒബ്ജക്റ്റിനെ വെച്ചപ്പോൾ എനിക്ക് ഇമേജ് ഇവിടെ കിട്ടി, 2fൽ കിട്ടി. എന്ത് ഇമേജാണ്? റിയൽ ആണോ വെർച്വൽ ആണോ? റിയൽ ഇമേജാണ്. ലൈറ്റ് റേ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, റിയൽ ഇമേജാണ്. റിയൽ ഇമേജുകൾ എപ്പോഴും എങ്ങനെ തന്നെ ആയിരിക്കും? തലകുത്തനെ ആയിരിക്കും അല്ലേ? ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തലകുത്തനെ ആയിരിക്കും. ഒബ്ജക്റ്റിൻ്റെ വലിപ്പം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒബ്ജക്റ്റിൻ്റെ അതേ വലിപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ പറയും സെയിം സൈസ് എന്ന് പറയും. എന്ത് പറയും? സെയിം സൈസ് ആണെന്ന് പറയും. എന്ത് പറയും? സെയിം സൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ബിയോണ്ട് 2f വെച്ചു, 2f വെച്ചു. അടുത്ത് കുറച്ച് ഇങ്ങോട്ട് നീക്കാം. അപ്പോൾ 2fനും എഫിനും ഇടയിൽ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f. എഫിനും 2fനും ഇടയിലാണ് ഞാൻ ആര് വയ്ക്കുന്നത്? ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. അവിടെ നമ്മളൊരു സ്കെയിൽ എടുക്കണം. ഞാൻ വീണ്ടും പറയുന്നത് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒപ്റ്റിക് സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്യണം. തിന്നായിട്ട് ഞാനൊരു ലെൻസിനെ മാർക്ക് ചെയ്യണം. ഈക്വൽ ദൂരം എടുത്ത് എഫ്, അതേ ദൂരം എടുത്ത് 2f, ഈക്വൽ ദൂരം എടുത്ത് എഫ്, അതേ ദൂരം എടുത്ത് 2f. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എഫിനും 2fനും ഇടയിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഒരു റേ നേരെ വരും, തട്ടിയിട്ട് എന്ത് ചെയ്യും? അത് ഫോക്കസിൽ കൂടെ കടന്നു പോകും. അടുത്ത റേ ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ വരും, അതെന്ത് ചെയ്യും? കടന്ന് ദേ പോകും. അങ്ങനെ എവിടെ വന്ന് മീറ്റ് ചെയ്യും?
ഈ പറയുന്ന 2F കഴിഞ്ഞിട്ട് വന്ന് മീറ്റ് ചെയ്യും. ഈ പറയുന്ന 2F കഴിഞ്ഞിട്ട് വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇമേജ് കിട്ടും. എന്ത് കിട്ടും? ഇമേജ് കിട്ടും. എന്ത് കിട്ടും? ഇമേജ് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ഇമേജ് എവിടെ കിട്ടി? ഇമേജ് എവിടെ കിട്ടി? ഇമേജ് 2F ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നല്ലേ നമ്മളെപ്പോഴും അളക്കുകയുള്ളൂ. അപ്പോൾ 2F കഴിഞ്ഞിട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എടുക്കണം? എന്ത് എഴുതണം? ബിയോണ്ട് 2F. ബിയോണ്ട് 2F. റിയൽ ആണോ വെർച്വൽ ആണോ? റിയൽ ആണ്. ആക്ച്വലി മീറ്റ് ചെയ്തു. നേരെയാണോ തലകുത്തനെയാണോ? തലകുത്തനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഇൻവേർട്ടഡ് എന്ന് എഴുതും. ഒബ്ജക്റ്റിൻ്റെ വലിപ്പവും ഇമേജിൻ്റെ വലിപ്പവും നോക്ക്. ഇമേജ് വലുതല്ലേ. അപ്പോൾ നമ്മൾ ബിഗ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് എഴുതണം? എൻലാർജ്ഡ് എന്ന് എഴുതണം. എന്തെഴുതണം? എൻലാർജ്ഡ് എന്ന് എഴുതണം. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ബിയോണ്ട് 2F വെച്ചു, അറ്റ് 2F വെച്ചു, ബിറ്റ്വീൻ 2F ആൻഡ് F വെച്ചു. എങ്കിൽ അടുത്ത് നമ്മൾ എവിടെ വയ്ക്കും? ഇവിടെ Fൽ വയ്ക്കും. അടുത്ത് നമ്മൾ എവിടെ വയ്ക്കും? Fൽ വയ്ക്കും. അപ്പോൾ ഹെഡിങ് കൊടുത്തോ ഒബ്ജക്റ്റ് അറ്റ് F. അറ്റ് F വരയ്ക്കുമ്പോഴെന്ത് തന്നെ ഒരു മാറ്റവും ഇല്ല. സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ കഴിഞ്ഞാൽ നടുക്ക് ഒപ്റ്റിക് സെൻറ്റർ. ഒപ്റ്റിക് സെൻറ്റർ കഴിഞ്ഞാൽ ഇവിടെ F. അതിൻ്റെ ഇരട്ടി ദൂരത്തിൽ 2F. വലതുവശത്ത് F. ഇരട്ടി ദൂരത്തിൽ 2F. നിങ്ങൾ എന്ത് ചെയ്തോളണം? ഇവിടെ ലെൻസിന് ചെറുതായിട്ടൊന്ന് വരച്ചോളണം. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാടാ? Fലാണ്. Fലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് നേരെ വന്നു. എങ്ങനെ തട്ടി? ഫോക്കസ് തട്ടിപ്പോയി. ഒപ്റ്റിക് സെൻറ്ററിൽ കൂടെ പോകുന്ന റേസ് എന്ത് പറ്റും? നമ്മൾ സ്കെയിലിലോട്ട് വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ പോകും. അതായത് രണ്ടുപേരും പരസ്പരം മീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യും? ഇങ്ങനെ പാരലായിട്ട് പോകും. ഇങ്ങനെ എന്ത് പോവും? ഇങ്ങനെ പാരലായിട്ട് പോകും. അപ്പോൾ ഇങ്ങനെ പാരലായിട്ട് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോൾ സാർ ഇമേജ് എവിടെ ഉണ്ടാവും? നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്? ലൈറ്റ് റേസ് അല്ലേ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്നിടത്ത് ഇമേജ് ഉണ്ടാവുകയുള്ളൂ. ഇമേജ് എവിടെ ഉണ്ടാവും? ഇമേജ് ദൂരെ എവിടെയോ ഉണ്ടാവും എന്ന് പറയും. ഇമേജ് എവിടെ ഉണ്ടാവും? ദൂരെ എവിടെയോ ഉണ്ടാവും. ഇമേജ് എവിടെ ഉണ്ടാവും? ദൂരെ എവിടെയോ ഉണ്ടാവും. അപ്പോൾ ദൂരെ എവിടെയെന്ന് പറയുമ്പോൾ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പറയും ഇമേജ് എവിടെ ഉണ്ടായി? ഇമേജ് ദൂരെ, അങ്ങ് ദൂരെ. അതിനെന്ത് പറയും? ഇൻഫിനിറ്റി എന്ന് പറയും. ഇമേജ് എവിടെ ഉണ്ടായെന്ന് പറയും? ഇൻഫിനിറ്റി. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഈ പാരലൽ റേസ് അല്ലേ, ഈ പാരലൽ റേസ് ഒരിക്കലും മീറ്റ് ചെയ്യില്ലെന്നാണല്ലോ നമ്മൾ മാത്സിൽ പഠിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം, ഓക്കെ, അത് പരസ്പരം ആദ്യം പാരലായിരിക്കത്തില്ല. കുറേ ദൂരം ഇത് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്തടുത്തുള്ള രണ്ട് റേസ് എന്തുപോലെ ആവും? പാരലായിട്ട് മാറും. എന്തായിട്ട് മാറും? പാരലായിട്ട് മാറും. ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോഴേ അത് മാറുള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ റിവേഴ്സ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരൽ റേസ് കുറേ ദൂരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് ഇത് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും. അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഇമേജ് ഉണ്ടാവും. നമ്മൾക്ക് സ്ക്രീനും കൊണ്ട് അതിൻ്റെ പുറകെ ഓടാൻ സമയമില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയും അങ്ങ് ദൂരെ എവിടെയൊക്കെ മീറ്റ് ചെയ്യുമായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റിയിൽ വെച്ചാണെങ്കിൽ പോലും ആക്ച്വലി റേസ് മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്കതിനെ എന്ത് വിളിക്കാം? നമുക്കതിനെ റിയൽ ഇമേജ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റിയൽ ഇമേജ് എന്ന് വിളിക്കുക. റിയൽ ഇമേജുകൾ എപ്പോഴും എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ സ്ക്രീനും കൊണ്ട് പുറകെ പോയില്ലെങ്കിൽ നമുക്കറിയാം അവിടെ ഇമേജ് ഉണ്ടാവുമെങ്കിൽ ആ ഉണ്ടാവുന്ന ഇമേജ് എന്തായിരിക്കും? അത് ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റിയിലുണ്ടായി റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്. അത് എന്തായിരിക്കും? അത് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. എന്തായിരിക്കും? ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒബ്ജക്റ്റിനേക്കാളും ഭയങ്കര വലിയൊരു ഇമേജ് ആയിരിക്കും നമുക്ക് എവിടെയോ അങ്ങ് ദൂരെ കിട്ടുന്നത്. ഓക്കെ, അങ്ങ് ദൂരെ കിട്ടും. നമ്മൾ സിനിമ പ്രൊജക്ടർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിനിമ പ്രൊജക്ടർ ഇങ്ങനെ വലിയ സ്ക്രീൻ അല്ലേ, ഇവിടെ നിന്ന് ലൈറ്റ് റേസ് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ 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 വന്നാണ് സ്ക്രീനിൽ പതിക്കുന്നത്. അപ്പോൾ അങ്ങ് ദൂരെയുള്ള ലൈറ്റ് റേസ് ഏതോ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്കിവിടെ എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. അതുപോലെ ഇവിടെയും വലിയ ഒരു റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എഫിലുള്ളതായി. അപ്പോൾ അടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കൂടാ. അടുത്ത് എനിക്ക് എഫിനും ഓയ്ക്കും ഇടയിലല്ലേ കൊണ്ടുപോയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ഹെഡിങ് കൊടുക്കുകയാണ്. എന്താണ്? ഞാൻ ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുപോയിക്കുകയാണ്? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ BW എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ആണ് എഫ് ആൻഡ് ഒ. ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയിലാണ് ഞാൻ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. ഒപ്റ്റിക് സെൻറ്ററിനും ഫോക്കസിനും ഇടയിലാണ് ഞാൻ ഒബ്ജക്റ്റിനെ വയ്ക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലൈൻ വരയ്ക്കും. ഒരു ലൈൻ വരയ്ക്കും. ഈ ഇമേജിൻ്റെത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ആദ്യത്തെ എല്ലാം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചോളണം. ഞാൻ ലൈൻ വരച്ചു, ഒപ്റ്റിക് സെൻറ്റർ മാർക്ക് ചെയ്തു, ഫോക്കസ് മാർക്ക് ചെയ്തു, 2 ഫോക്കസ് മാർക്ക് ചെയ്തു, ഇവിടുത്തെ ഫോക്കസ് മാർക്ക് ചെയ്തു, ഇവിടുത്തെ 2F മാർക്ക് ചെയ്തു, ഞാനൊരു ലെൻസും വരച്ചു. ഒബ്ജക്റ്റ് ഇരിക്കുന്ന എഫിനും ഓയ്ക്കും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇവിടെയാണ് എന്തിരിക്കുന്നത്? ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലെൻസ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് റേ പോവുകയാണ്. പ്രിൻസിപ്പൽ ആക്സിന് നേരെ പോകുന്ന ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് ചെയ്യും? ഫോക്കസിൽ കൂടെ കടന്നു പോകും. ഒപ്റ്റിക് സെൻറ്ററിനൂടെ നേരെ കടന്നു പോകുന്ന റൈറ്റ് റേസ് എന്ത് ചെയ്യും? വിത്തൗട്ട് എനി ഡീവിയേഷൻ പോകും. അപ്പോൾ നിങ്ങൾ കൃത്യം വരയ്ക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും എന്ത് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും?
ഡൈവേർജ് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും? ഡൈവേർജ് ചെയ്ത് ദൂരോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ദൂരോട്ട് പോകുന്ന ലൈറ്റ് റേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എവിടെ സ്ക്രീനിങ് കൊണ്ട് നടന്നാലും നമുക്ക് ഇമേജ് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഈ ലെൻസിനകത്തോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഇമേജ് ഇരിക്കുന്നതായിട്ട് തോന്നും. അതായത് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ നേരെ പോകുന്ന ലൈറ്റ് റേസ് നമ്മൾ ബാക്കിലോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇമേജ് കിട്ടും. ആ ഇമേജിൻ്റെ പ്രത്യേകത ആക്ച്വലി ലൈറ്റ് റേസ് ഒന്ന് മീറ്റ് ചെയ്തുണ്ടായതാണോ? അല്ല. ആക്ച്വലി ലൈറ്റ് റേസ് മീറ്റ് ചെയ്തെങ്കിൽ ഇത് വലതുവശത്തുണ്ടാവണം, ഇത് ഇടതുവശത്തുണ്ടായി. അപ്പോൾ അത് എന്ത് ഇമേജ്? അതാണ് നമ്മൾ ആദ്യം പഠിച്ച വെർച്വൽ ഇമേജ്. അത് എവിടെയേ കാണാൻ പറ്റുള്ളൂ? ഈ ലെൻസിനകത്തേ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ ലെൻസിനകത്തേ തന്നെ കാണാൻ പറ്റുള്ളൂ. തൊടാൻ പറ്റുമോ? പറ്റത്തില്ല. കാണാനേ പറ്റൂ, തൊടാൻ പറ്റത്തില്ല. അവിടെ സ്ക്രീനൊന്നും കൊണ്ടുവയ്ക്കാനൊന്നും പറ്റത്തില്ല, കണ്ണാടിക്കകത്ത് കുത്തിപ്പൊട്ടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ആദ്യമായിട്ടൊരു വെർച്വൽ ഇമേജ് കിട്ടും. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസിൽ വെർച്വൽ ഇമേജ് കിട്ടുന്ന കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, നമ്മൾ ഒബ്ജക്റ്റിനെ ഫോക്കസിനും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിൽ കൊണ്ടുവച്ചാൽ എന്ത് കിട്ടും സാറേ? വെർച്വൽ ഇമേജ് കിട്ടും. ഇതിനെയാണ് നമുക്ക് അവസാനത്തെ കണ്ടീഷൻ. ഈ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? എപ്പോഴും അത് ഇറക്റ്റ് ആയിരിക്കും. എപ്പോഴും എന്തായിരിക്കും? അത് ഇറക്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതാ കണ്ടോ, ഒബ്ജക്റ്റ് നേരെ ഇമേജ് നേരെ, ഒബ്ജക്റ്റ് നേരെ ഇമേജ് നേരെ. വലിപ്പം എന്തായിരിക്കും? അത് എൻലാർജ്ഡ് ആയിരിക്കും. അതെന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. കാരണം ഒബ്ജക്റ്റിനെക്കാളും വലുതായിരിക്കും. ഇത്രയേ ഉള്ളൂ കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ. ഇത്രയേ ഉള്ളൂ കോൺവെക്സ് ലെൻസിലെ ഇമേജ് ഫോർമേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഒബ്ജക്റ്റ് ബിയോണ്ട് 2F അറ്റ് 2F നിങ്ങളത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. നിങ്ങൾക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂലേ? പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരച്ച് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബിറ്റ്വീൻ 2F വയ്ക്കുമ്പോൾ 2F കിട്ടും. അതുപോലെ ബിറ്റ്വീൻ F ആൻഡ് 2F നിങ്ങൾക്ക് കിട്ടും. അറ്റ് F നിങ്ങൾക്ക് കിട്ടും അല്ലേ? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് ലെൻസ്, അതിനാണ് ഞാൻ ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് O എന്ന് പറഞ്ഞത്. കണ്ടോ, ഒബ്ജക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, ഇമേജ് ഇവിടെ കിട്ടി, ഡോട്ടഡ് ഇമേജ് ആയിട്ട് കിട്ടി. കണ്ടോ, ഡോട്ടഡ് ഇമേജ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് ഞാൻ വരച്ച പടത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഡോട്ടഡ് ലൈൻസ് ആണ് കൊടുത്തത്. ഇമേജിനകത്തും കൂടെ എന്ത് കൊടുത്തോ? ഡോട്ടഡ് ലൈൻസ് കൊടുത്തോ. അങ്ങനെ ഡോട്ടഡ് ലൈൻസ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വലി അല്ല, അപ്പിയേഴ്സ് ടു ബി മീറ്റിംഗ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? വെർച്വൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തെന്ന് വിളിക്കുന്നത്? വെർച്വൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വെർച്വൽ ഇമേജിന് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത് ഇവിടെയാണെങ്കിലും ഞാൻ ആദ്യമേ തന്നെ നോട്ടിൽ അത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വരച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടായിട്ട് വേണ്ടേ? അപ്പോൾ എല്ലാം ഞാൻ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാ കൊടുത്തിട്ടുണ്ട്. റേ ഡയഗ്രം നമ്മൾ റൂൾസ് അല്ലെ ഈ പറയുന്ന കോൺവെക്സ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ്റെ റൂൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ടേബിൾ നിങ്ങളുടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞേക്കുന്ന ടേബിളാണ്. ഓക്കെ, ഇതാ ഈ ടേബിൾ, ഇതാ കണ്ടോ ഈ ടേബിൾ. ഇത് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് പരസ്യം കയറി വരും. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നാമത്തതിൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തതിൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തതിൻ്റെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ എളുപ്പത്തിൻ്റെ പടവും കൂടെ കൊടുത്തിട്ടുണ്ട്. നേരെ വന്നാൽ പ്രിൻസിപ്പൽ കൂടെ പോകും, ഒപ്റ്റിക് സെൻറ്ററിൽ വന്നാൽ നേരെ പോകും, ഫോക്കസിൽ കൂടെ വന്നാൽ നേരെ പോകും. ഈ ഫോക്കസിൽ കൂടെയുള്ള മൂന്നാമത്തെ റേസ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറേ ഇല്ല. ബിയോണ്ട് 2F ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ പൊസിഷൻ, സൈസ്, നേച്ചർ, ഓറിയൻറ്റേഷൻ. അറ്റ് 2F വെച്ചാൽ എങ്ങനെ വരും? അത് ഞാനിവിടെ വ്യക്തമായിട്ട് വിത്ത് ഫിഗർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ കറക്റ്റ് സ്കെയിലിൽ വരച്ചാൽ ഇതുപോലെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യും? കിട്ടും. ബിറ്റ്വീൻ F ആൻഡ് 2F വെച്ചാൽ എവിടെ കിട്ടും? ഇതാ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അറ്റ് F വെച്ചാൽ എവിടെ കിട്ടും? കണ്ടോ, പാരൽ റേസ് ദൂരെ എവിടെ പോയി മീറ്റ് ചെയ്യും? കണ്ടോ, അറ്റ് ഇൻഫിനിറ്റി, ഹൈലി എൻലാർജ്ഡ്, റിയൽ ഇൻവേർട്ടഡ്, ഓറിയൻറ്റേഷൻ ഇൻവേർട്ടഡ്. ബിറ്റ്വീൻ F ആൻഡ് ലെൻസ് വരുമ്പോൾ എവിടെയാണെന്നുള്ളത് കണ്ടോ, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലേ? ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡ് ഇമേജ് കിട്ടും. അത് എൻലാർജ്ഡ് ആയിരിക്കും, വെർച്വൽ ആയിരിക്കും, ഇറക്റ്റ് ആയിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാ സാധനവും കോൺവെക്സ് ലെൻസിൻ്റെ നമ്മൾ ഇന്നിവിടെ കവർ ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ കോൺകേവും കൂടെ പറഞ്ഞു പോകുന്നതാണ്, പക്ഷേ ക്ലാസ് ലെങ്ത് ഒരുപാട് കൂടുതലാവും. അപ്പോൾ കോൺവെക്സിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കോൺവെക്സ് നമ്മൾ ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് വരച്ച് പഠിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒറ്റ ഇമേജ് ഫോർമേഷൻ നമുക്ക് പഠിച്ചാൽ മതി അല്ലേ? ഒന്ന് F ആൻഡ് 2F പിന്നെ ഈ F ആൻഡ് 2F മതി, പിന്നെ ജസ്റ്റ് ഇതും കൂടി ഒന്ന് വേണമെങ്കിൽ നോക്കി വയ്ക്കാം. അപ്പോൾ ഇത് രണ്ടും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അതും ഈ പറയുന്ന ലെൻസ് ഇക്വേഷൻ്റെ ബേസിക്കും എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരു വലിയ ക്ലാസ്സാണ് എനിക്കറിയാം. ഇത് ഒറ്റ ക്ലാസ്സിൽ പറഞ്ഞു പോയെങ്കിൽ രസമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒറ്റ ക്ലാസ് തന്നെ തീർത്തത്. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.